അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിന് സമീപമുണ്ടായ വെടിവെപ്പിൽ 2 സൈനികർക്ക് ഗുരുതര പരിക്ക്. നാഷണൽ ഗാർഡ്സ് അംഗങ്ങൾക്കാണ് വെടിയേറ്റത്. പ്രതി റഹ്മാനുള്ള ലഖൻവാൾ കസ്റ്റഡിയിൽ. സോന സുരേഷ് ചേരുന്നു വിവരങ്ങളുമായി. സോന, ഈ വാഷിങ്ടൺ DC, അതായത് US-ന്റെ പരമപ്രധാനമായ ഒരു പ്രദേശം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനം വൈറ്റ് ഹൗസിന് സമീപമുണ്ടായ ഇത്തരമൊരു വെടിവെപ്പ് രാജ്യസുരക്ഷയ്ക്ക് എത്രത്തോളം ഭീഷണിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിലവിൽ ഈ പ്രതി കസ്റ്റഡിയിലായിരിക്കുന്നു. ഇത് എത്രത്തോളം രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കാളിദാസൻ, തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള വൈറ്റ് ഹൗസിന് സമീപമുണ്ടായ വെടിവയ്പ്പിലാണ് 2 സൈനികർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റിരിക്കുന്നത്. നാഷണൽ ഗാർഡ്സ് അംഗങ്ങളാണ് ഇരുവരും. ഇവർക്കാണ് ഇന്നലെ ഉണ്ടായ ഒരു വെടിവയ്പ്പിൽ ഗുരുതരമായി പരിക്കേറ്റ് രണ്ടുപേരും ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. സംഭവത്തിൽ പ്രതിയായിട്ടുള്ള റഹ്മാനുള്ള ലഖൻവാൾ ഇപ്പോൾ കസ്റ്റഡിയിലാണെന്നാണ് FBI അടക്കമുള്ള അന്വേഷണ സംഘം പുറത്ത് പറയുന്നത്. മാത്രമല്ല, ഇയാൾ അഫ്ഗാൻ സ്വദേശിയാണെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളും മറ്റും റിപ്പോർട്ടും ചെയ്യുന്നുമുണ്ട്. വെടിവെപ്പിനെ തുടർന്ന് വൈറ്റ് ഹൗസും അതിൻ്റെ പ്രധാന പ്രദേശങ്ങളും മറ്റും അടച്ചുപൂട്ടുന്ന ഒരു അവസ്ഥയിലാണ് സ്ഥിതി. വൈറ്റ് ഹൗസിനടുത്തുള്ള മെട്രോ സ്റ്റോപ്പിന് സമീപത്ത് വെച്ചിട്ടായിരുന്നു ഇത്തരത്തിലൊരു വെടിയുതിർത്തത്. അക്രമി ഏകദേശം ഒരു 15 തവണയോളം വെടിയുതിർത്തതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല, വെടിവെപ്പ് നടക്കുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ശക്തമായി തന്നെ അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ഈ പ്രതിയായിട്ടുള്ള റഹ്മാനുള്ള ലഖൻവാൾ എന്താണ് വെടിയുതിർക്കാനുള്ള കാരണമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തായാലും അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയാണ്. മാത്രമല്ല, ഈ ഇത്തരത്തിലൊരു വെടിവെപ്പിന് ശേഷം സംഭവത്തിൽ വൈറ്റ് ഹൗസ് പൂർണ്ണമായും അടച്ചുപൂട്ടിയ ഒരു സ്ഥിതിയാണ്. സംഭവത്തിൽ പ്രതികരണമായി തന്നെ അമേരിക്കൻ പ്രസിഡന്റുള്ള ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ 2 നാഷണൽ ഗാർഡ് സൈനികരെ ഇത്തരത്തിൽ വെടിയുതിർത്ത മൃഗത്തിനും ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നും ഈ ആക്രമണത്തിൽ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. കാളിദാസ്. സോന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിന് സമീപമുണ്ടായ വെടിവെപ്പിൽ 2 സൈനികർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. അവർ നാഷണൽ ഗാർഡ്സ് അംഗങ്ങളാണ്. നിലവിൽ അഫ്ഗാൻ സ്വദേശിയാണ് പ്രതി എന്നുള്ളതാണ്. പ്രതി റഹ്മാനുള്ള ലഖൻവാൾ കസ്റ്റഡിയിലാണ്.